ICF-ൽ നിന്നും വിരമിച്ച PK രാമചന്ദ്രൻ എഡിറ്റ് ചെയ്ത കൂകിപ്പായും തീവണ്ടി പുസ്തകത്തിന്റെ പ്രകാശനം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹിത്യകാരൻ VR സുധീഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കവി വീരാൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പാഞ്ചാലിയിൽ പലതവണ വളരെ വിദൂരതയിൽ തീവണ്ടി കാണിക്കുന്നുണ്ട്. അതൊരു ലോകയാത്രയാണ്, ജീവിതയാത്രയാണ്. അങ്ങനെ ഒരു പ്രതീകമാണ് തീവണ്ടി. ഒരുപാട് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നിർവഹിക്കുന്ന ഒരു ഉപാധിയാണ് തീവണ്ടി. അതുകൊണ്ട് തീവണ്ടിയെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. രാമേന്ദ്രൻ അത് കണ്ടെത്തി. രാമേന്ദ്രൻ്റെ വിജയം അതാണ്. രാമേന്ദ്രൻ നമ്മുടെ കുട്ടിക്കാലത്തെ പാഠപുസ്തകത്തിൽ നിന്നും കൂകിപ്പായും തീവണ്ടി എടുത്ത് അങ്ങനെ ഒരു പുസ്തക നിർവഹണം നടത്തി. ഒരുപാട് തീവണ്ടി കഥകൾ എഴുതിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കഥ രാമേന്ദ്രൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പഴയ കഥയാണ്, 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥയാണ്. ആ കഥയുടെ പേരാണ് നേരത്തെ വത്സം പറഞ്ഞതുപോലെ അച്ഛൻ തീവണ്ടി. പിന്നീട് പലരും തീവണ്ടിയെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തീവണ്ടി എന്നുള്ള രൂപകത്തിന് ഒരിക്കലും ഒരു മങ്ങലേൽപ്പിക്കുന്നില്ല, മങ്ങൽ വരുന്നില്ല. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതമാകുന്ന തീവണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് രാമേന്ദ്രൻ കൂകിപ്പായ് എന്ന തീവണ്ടിയാക്കി മാറ്റിയത്. ഇത് കവിതയായും കഥയായും ലേഖനമായും ഉപന്യാസമായും ഒക്കെ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചാൽ നമുക്ക് മടുക്കില്ല. തീവണ്ടി യാത്ര ഒരിക്കലും നമുക്ക് മടുക്കില്ല. വിമാനയാത്രയേക്കാൾ സ്വീകാര്യം തീവണ്ടിയാണ്. മുൻ സ്റ്റേഷൻ സൂപ്രണ്ട് വത്സലൻ കുനിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി വീരാൻകുട്ടി B. സുരേഷ് ബാബുവിന് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. P. ഹരീന്ദ്രനാഥ് പുസ്തക പരിചയവും നടത്തി. തീവണ്ടി മുഖ്യപ്രമേയമാക്കി കഥയും കവിതകളും ലേഖനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുസ്തകം. ചടങ്ങിൽ റിട്ടയർഡ് റെയിൽവേ സീനിയർ DCM കവി പത്മദാസ് മുഖ്യാതിഥിയായി. P. രാജൻ, K. വിജയൻ പണിക്കർ, രാജൻ ചെറുവാട്ടെ, മണലിൽ മോഹനൻ, ഡോക്ടർ P. ശശികുമാർ, രമേശ് രഞ്ജനം, റസാഖ് കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് PK രാമചന്ദ്രൻ മറുമൊഴി നൽകി. ചടങ്ങിൽ വെച്ച് ചെന്നൈ മലയാളി സമാജത്തിനു വേണ്ടി P. ശ്രീജിത്ത് PK രാമചന്ദ്രനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് പ്രേംകുമാർ വടകരയും മണലിൽ മോഹനനും നേതൃത്വം നൽകിയ തീവണ്ടിയുടെ പാട്ടുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിലോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.